ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതിയെ അപായപ്പെടുത്താനായിട്ട് ഗോമതി നടക്കുന്ന പ്രദക്ഷിണ പാതയിൽ തന്നെ കൊണ്ടുപോയി ആണിയിട്ടിരിക്കുകയാണ് ആലോക്. ഇതൊന്നും അറിയാതെ തൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി എത്ര ത്യാഗം സഹിച്ചാണേലും ഈ പൂജ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഗോമതി രണ്ടാമത്തെ പ്രദക്ഷിണവും പൂർത്തിയാക്കാനായിട്ട് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെയാണ് ആര്യൻ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആര്യൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ ആലോക് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആര്യന്റെ ശ്രദ്ധയിൽപ്പെടും. ഇവനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം? അല്ല, ഈ ക്ഷേത്രം ഇവനെങ്ങനെ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഇവിടെ വരുന്ന ദിവസം തന്നെ ആലോക് ഇവിടെ വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ എന്നൊക്കെ ആര്യൻ ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പൊ ആര്യനെ ആലോകം കാണും. അപ്പൊ തന്നെ ആലോകൻ ആര്യന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടുന്ന് മാറി നിൽക്കും. പക്ഷെ ആര്യൻ കണ്ടു എന്നുള്ള കാര്യം ആലോകനിട്ട് അറിയത്തുമില്ല കേട്ടോ. എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇവനിവിടെ വരേണ്ട കാര്യമില്ല. കൃഷ്ണമംഗലത്തുകാരെല്ലാവരോട് ചേർന്ന് ഞങ്ങൾക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് പിന്നെ ആലോചിക്കാം, അകത്തേക്ക് കയറി ചെല്ലാം, ഇപ്പം തന്നെ പൂജയ്ക്കുള്ള സമയം കഴിഞ്ഞു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആര്യനകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണ് നമ്മുടെ ഗോമതി പ്രദക്ഷിണം വെക്കുമ്പോൾ അവിടെ കൊണ്ടിട്ടിരുന്ന ആണി ഗോമതിയുടെ കാലിൽ തറച്ച് കയറുന്നത്. അപ്പോൾ ഗോമതി ആണെങ്കിൽ വേദന കൊണ്ട് കണ്ണ് ചിമ്മി വീഴാനായിട്ട് തുടങ്ങുക. അതേ സമയം തന്നെയാണ് ആര്യനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അമ്മ വീഴാൻ തുടങ്ങുന്ന കാണുന്ന ആര്യൻ ഓടിച്ചെന്ന് ഗോമതിയെ പിടിച്ച് നേരെ നിർത്തുകയാണ്. അയ്യോ അമ്മേ, ഇത് എന്തു പറ്റി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോമതി കരഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ആര്യൻ പിടിച്ച് നിർത്തുകയാണ്. അയ്യോ അമ്മയുടെ കാലിന് എന്താ പറ്റിയേ എന്നും പറഞ്ഞ് ആര്യൻ നിലത്തേക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പം ആകെ പേടിച്ചിരിക്കുകയാണ്. മീനു പറയാം, അമ്മേ എന്താ അമ്മ പറ്റിയേ? ദേ അമ്മയുടെ കാലിൽ നിന്ന് ചോര വരുന്നു എന്നിങ്ങനെ പറയണം. അതുപോലെ ബാലന് പറയും, ഗോമതി നമുക്ക് ആശുപത്രി പോവാം, നിന്റെ കാലിൽ നിന്ന് നന്നായിട്ട് രക്തം വരുന്നുണ്ട്, നിന്റെ കാലിൽ എന്തോ തറച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ സ്വാമി പോറ്റി പറയും, എന്തൊക്കെ അപായ സൂചനകൾ ഉണ്ടായാലും നിങ്ങൾ ആരും ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പൂജയുടെ ഭാഗമാണ്. ഇങ്ങനെ പല തടസ്സങ്ങളും ഉണ്ടാകും. അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ പൂജ എങ്ങനെയെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളിതൊന്നും ഒരിക്കലും ഇതിലൊന്നും വീഴരുത്. ഈ പൂജ നന്നായിട്ട് അവസാനിക്കണം. ഗോമതിക്ക് ഒന്നും സംഭവിക്കില്ല. ദേവിയുടെ അനുഗ്രഹം ഗോമതിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ സ്വാമി പോറ്റി പറയട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആര്യൻ ഗോമതിയുടെ കാലിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ ആണി തറച്ചിരിക്കുന്ന കാണുക. അപ്പോൾ ആര്യനാണെങ്കിൽ ആണി ഊരിയെടുക്കാണ്. അമ്മയുടെ കാലിൽ ഒരു ആണി തറച്ചിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ആരാ ആണി കൊണ്ടിടാൻ എന്നിങ്ങനെ ആര്യൻ ചോദിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗോമതി പറയും, അതൊന്നും സാരമില്ല ആര്യ, ഇവിടെ എങ്ങനെയും വന്നതായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കണം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മീനു പറയും, അമ്മ ഇങ്ങനെ വാശി കാണിക്കല്ലേ, നമുക്ക് എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോകാം. ദേ അമ്മയുടെ കാല് നോക്കിക്കേ, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡും വരുന്നുണ്ട്. ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അമ്മയ്ക്കിന് നടക്കാനും പറ്റില്ല. നീ പൂജയെക്കാലം വലുത് അമ്മയാ, നമുക്ക് പോകാം അമ്മേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആകാശം പറയും, അതെ മീനു പറയുന്നത് സത്യം അമ്മേ, നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ പോകാം, അമ്മയുടെ കാല് എന്തായാലും നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ബാലനും പറയും, ഗോമതി അത് തന്നെ എനിക്കും പറയാനുള്ളൂ, നമുക്ക് ഈ പൂജ പൂർത്തീകരിക്കണ്ട, നിന്റെ ആരോഗ്യം എനിക്ക് വലുത്, നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പോകാം. ഇല്ല ബാലേട്ട, എനിക്ക് ഈ പൂജ പൂർത്തീകരിക്കണം എന്ന് അപ്പോൾ ഗോമതി വാശിയോടുകൂടി പറയാം. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ അതിജീവിക്കാൻ എനിക്ക് കരുത്തുണ്ട്. ഇപ്പം കാല് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല, ഞാൻ ഈ 3 പ്രദക്ഷിണവും പൂർത്തീകരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദോഷങ്ങൾ ഉണ്ടാവും. എനിക്ക് മനസ്സമാധാനത്തോടെ ഒരു മിനിറ്റ് പോലും വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം എന്നും പറഞ്ഞ് ഗോമതി കരയാൻ തുടങ്ങുക. അത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ആകെ സങ്കടം വരികയാണ് കേട്ടോ. അപ്പം ആനന്ദം പറയും, അമ്മയുടെ ആഗ്രഹം പോലെ ചെയ്യാം, പക്ഷെ അമ്മയുടെ കാല് മുറിഞ്ഞിരിക്കുന്നത് അമ്മ കാണുന്നില്ലേ, ഇപ്പം എന്താ നമ്മൾ ചെയ്യുക എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ഗോമതി ആണെങ്കിൽ ആരും പറയുന്നത് കേൾക്കാതെ പ്രദക്ഷിണം പൂർത്തീകരിക്കാനായിട്ട് തുടങ്ങുക. സ്വാമി പോറ്റിയും പറയും, പറ്റുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പൂജ പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് മടങ്ങാവൂ. നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ഇതോടുകൂടി അവസാനിക്കും. ദേവിയുടെ അനുഗ്രഹം ഗോമതിക്കുണ്ട്. അതാ കറക്റ്റ് ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മകൻ ഇവിടെ വരാനും നിങ്ങളെ വീഴാതെ രക്ഷപ്പെടുത്താനും ഒക്കെ നിമിത്തമായത് എന്നൊക്കെ സ്വാമി പോറ്റിയും പറയും കേട്ടോ. എന്നിട്ട് ഗോമതി ഒരു വിധത്തിൽ മുന്നോട്ട് പ്രദക്ഷിണം വെക്കുക. അപ്പം ആരും പൂജയിൽ ഇരുന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നടക്കാൻ വയ്യാത്തപ്പം ഗോമതിയെ സഹായിക്കും കേട്ടോ ആര്യം പതിയെ. അങ്ങനെ 3 പ്രദക്ഷിണവും നമ്മുടെ ഗോമതി ആഗ്രഹിച്ചതുപോലെ തന്നെ പൂർത്തീകരിക്കും കേട്ടോ. അതിനുശേഷമാണ് ഗോമതി ഒന്ന് സമാധാനത്തോടെ ഒന്ന് ആശ്വസിക്കുന്നത് പോലും. അത് കാണുമ്പോൾ സ്വാമി പോറ്റി പറയും, പൂജ പൂർത്തീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ
ദോഷങ്ങളും ഇതോടുകൂടി അവസാനിക്കും. അതിൻ്റെ നിമിത്തങ്ങളും കാണുന്നത്. ഇപ്പം തന്നെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഗോമതി രക്ഷപ്പെട്ടത് അത് തന്നെ ഏറ്റവും വലിയൊരു നിമിത്തമല്ലേ. ഇപ്പം ഇയാൾക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റാതിരുന്നതും വൈകി വന്നതും ഒക്കെ ഒരു കാരണമാകും. എല്ലാത്തിനും ദേവിയാകും നിമിത്തമായത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കൂ. ഇനി ഒരു ദോഷവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന ഈ ചതി കണ്ടെത്താൻ സാധിച്ചത് എന്നൊക്കെ സ്വാമി പോറ്റി പറയൂട്ടോ. അത് കേൾക്കുമ്പം എല്ലാവർക്കും ആശ്വാസമാവുക. എന്തായാലും ഗോമതി സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടി തന്നെയാണ് പൂജ പൂർത്തീകരിച്ചതിന് ശേഷം നിൽക്കുന്നത്. അപ്പം മീനു ആണെങ്കിൽ ഗോമതിക്ക് തൽക്കാലത്തേക്ക് കാലൊക്കെ കെട്ടിക്കൊടുക്കുവാണേ. അപ്പോൾ ആര്യൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ആനന്ദും ആകാശും ധർമ്മനൊക്കെ അടുത്തേക്ക് ചെല്ലുക. എന്താ ആര്യ, നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഇപ്പം ഇവിടെ നടന്നിരുന്ന ഈ അപകടം ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നോക്കിക്കേ, ആണി കൃത്യമായിട്ടും അമ്മ നടക്കുന്ന ഈ പ്രദക്ഷിണ പാതയിൽ തന്നെ പെട്ടെന്നൊരാണി എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ? അതിനു മുന്നേയും അമ്മ നടന്നതല്ലേ. അപ്പം അമ്മയ്ക്ക് ഒരബദ്ധം അവിടെ സംഭവിച്ചില്ലല്ലോ. പക്ഷെ ഇപ്പം ഈ ആണി എവിടുന്ന് വന്നു എന്ന് ആരും ചോദിക്കും കേട്ടോ. അപ്പോൾ ആനന്ദ് പറയും, അത് ശരിയാണല്ലോ, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോടാ എന്ന് ആര്യനോട് ചോദിക്കേ. അത് കേൾക്കുന്ന ആര്യം പറയും, എനിക്ക് സംശയമുണ്ട്. അത് മറ്റാരെയല്ല, ആ ആലോകിനെയോ? അവനെ സംശയിക്കാൻ ഇപ്പം എന്താ ഉണ്ടായേ എന്ന് ധർമ്മനപ്പം ചോദിക്കും. ഞാൻ വരുമ്പം ആ ആലോക് അവിടെ പതുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഇവന് അപ്പം മനഃപൂർവ്വം അമ്മയ്ക്ക് അപകടം സംഭവിക്കാൻ വേണ്ടി അവൻ തന്നെ ഇത് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളോട് ആർക്ക് ഇത്ര വൈരാഗ്യമുള്ളത്? നമ്മൾ എങ്ങനെയെങ്കിലും നശിച്ച് കാണണമെന്നും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവണമെന്നും ലോകത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃഷ്ണമംഗലത്തുള്ളവർ മാത്രമാണ്. അപ്പം ആലോക് ഉറപ്പായിട്ട് ഇവിടെ എത്തിയത് അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാൻ തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ആര്യം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആകാശ് പറയും, അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ലക്ഷ്യം നമ്മളെ വേദനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അവൻ തന്നെയാവും അമ്മേനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ആര്യ, നമുക്ക് എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കണം. അവനധികം മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ഇനിയും നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഒരു കഴിവുമില്ലെന്നേ അവൻ കരുതുള്ളൂ എന്നൊക്കെ പറയൂട്ടോ. അപ്പം ധർമ്മനും പറയും, അവനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനുള്ള തക്ക ശിക്ഷ അവൻ എന്തായാലും കൊടുക്കണം. ഇപ്പം തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ചേച്ചി രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. ആ ആണി തറച്ച് കയറി ചേച്ചി ആ ഹോമകൂട്ടത്തിലെങ്ങാനും വീണിരുന്നെങ്കിലോ നമ്മൾക്ക് എന്തുമാത്രം വലിയൊരു അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. നമ്മുടെ കുടുംബം തന്നെ നശിക്കില്ലായിരുന്നോ? നീ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. ഇതവർ മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ ചെയ്തതാവാനാണ് സാധ്യത എന്ന് ധർമ്മനും ആനന്ദും ഒക്കെ പറയാണ്. അപ്പം പെട്ടെന്ന് ആനന്ദ് പറയും, അവന് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവനെ സഹായിക്കാൻ ഈ അമ്പലത്തിൽ തന്നെ ആരോ ഉണ്ട് എന്ന് പറയേ. പെട്ടെന്നാണ് ആനന്ദിന്റെ ശ്രദ്ധ അവിടെ നിൽക്കുന്ന ഹരീന്ദ്രനെ പെടുന്നത്. അയാളെ പേടിച്ച് വരച്ച് നിൽക്കുന്ന കാണുമ്പം തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലുക. എടോ, താനല്ലേ ഈ ഞങ്ങൾക്ക് പൂജ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തത്? സത്യം പറഞ്ഞു, താനും കൂടി കൂടിയിട്ടല്ലേ ആ ആലോക ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സഹായിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പം അയാൾ പേടിച്ച് വരണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആര്യനും ആകാശവും എല്ലാം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ജോലി ഞങ്ങൾ തെറിപ്പിക്കും, ഇപ്പം തന്നെ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാൾ പേടിച്ചു പോവുക. ഒരു നിവൃത്തിയില്ലാതെ സത്യങ്ങളെല്ലാം ഹരീന്ദ്രൻ തന്നെ വിളിച്ചു പറയണേ കേട്ടോ. അച്യുതനോടും കുടുംബത്തോടുമുള്ള കടപ്പാടും ആലോകൻ എന്താണ് ആഗ്രഹിച്ച കാര്യവും ഒക്കെ അയാൾ പേടിച്ച് വിറച്ച് തത്ത പറയുന്ന പോലെ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആര്യന് നല്ല ദേഷ്യം വരിക. അപ്പോൾ ആര്യം പറയും, ചേട്ടാ, നമ്മൾ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇതെന്തായാലും ചോദിക്കുക തന്നെ വേണം എന്ന് ആനന്ദിനോട് പറയും കേട്ടോ. അപ്പോൾ ആനന്ദും ആകാശം കൂടി പറയും, അതെ, അവൻ ഇവിടുന്ന് അധിക ദൂരം പോയിട്ടുണ്ടാവില്ല, അവനെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ അമ്മേനെ കൊല്ലാനാണ് അവൻ നോക്കിയത്. അപ്പം അതിനുള്ള ശിക്ഷ അവന് എന്തായാലും കൊടുക്കണം. കൃഷ്ണമംഗലത്തുകാര് ഇനിയും നമുക്കെതിരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് ചിന്തിക്കുമ്പോൾ 100 തവണ ചിന്തിക്കണം. ആ രീതിയിൽ അവനെ ആക്കിയിട്ടേ ഇനി കൃഷ്ണമംഗലത്തേക്ക് മടക്കി അയക്കാവൂ എന്നൊക്കെ പറയൂട്ടോ. എന്തായാലും ആലോകിൻ്റെ പിന്നാലെ ഇവർ 3 പേരും കൂടി പോവാണ്. ആലോകിനെ പിടിച്ച് നല്ല രീതിയിൽ അടി കൊടുക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.